പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയ പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് എന്നതാണ് ലോകേഷിന്റെ കണക്ക്. ആ മനുഷ്യർ ഒന്നു ചേർന്ന് ആർപ്പ് വിളിക്കണം. സീറ്റുകളിൽ അടങ്ങിയിരിക്കാൻ കൈകാലികളിൽ തിളച്ചു പറയുന്ന ആവേശം അനുവദിക്കാതെ ചാടി എഴുന്നേറ്റ് നിന്ന് ആഘോഷമാക്കണം. പാട്ടിനൊപ്പം പാടണം, മാസിനൊപ്പം വിസിലടിക്കണം, കൈയടിക്കണം. തിയേറ്ററോ അത് ശരിക്കും ഒരു പൂരപ്പറമ്പോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ആ പരിസരം മാറി മറയണം. കുറിക്കൊള്ളുന്ന വിധം ആറ്റുകുറുക്കിയ ഡയലോഗുകളും ദിശാബോധമുള്ള കഥയും പ്രേക്ഷകരിലേക്ക് തറച്ചു കയറും വിധം ലോകേഷ് സീൻ ബൈ സീൻ അലങ്കരിച്ചൊരുക്കും. അതിന് അയാളുടെ നായകന്മാർക്ക് ചട്ടക്കൂടുകളോ ഫ്രെയിം വർക്കുകളോ ഇല്ല. ഒരു എക്സ് കമാൻഡോ മുതൽ വാത്തിയായും കൈദിയായും വരെ ആ നിര വ്യതിചലിച്ചൊഴുകും. അതിന്റെ തുടർച്ചയാണ് ഒരു കൂലിയിലും ഈ നാട് പ്രതീക്ഷിച്ചത്. പക്ഷേ കൂലിയിൽ അത്തരം ഒരു ലോകേഷ് രുചി കാഴ്ചക്കാരിലേക്ക് എത്തിയില്ലെന്ന് നിരൂപകർ വിലയിരുത്തുന്നുണ്ട്. ചുരുക്കം ചില സീനുകൾ ഒഴിച്ചു നിർത്തിയാൽ എവിടെയും അതിനൊരു അഡ്രിനാലിൻ പമ്പിംഗ് അലങ്കാരങ്ങൾ കണ്ടില്ല. എഴുത്തു തന്നെ ആദ്യം കൈയൊഴിഞ്ഞു. എങ്ങോട്ടാണ് ഈ കഥയുടെ പോക്കെന്ന് തിരിയാതെ കാഴ്ചക്കാരിൽ പലരും നട്ടം തിരിഞ്ഞു. രജനീകാന്തിന്റെ സ്പെഷ്യൽ ഫാൻ ഫോളോയിങ് ഉള്ള ഡാൻസ് രംഗങ്ങൾക്കും നിർവികാരരായി പ്രേക്ഷകർ സീറ്റിൽ അമർന്നിരുന്നു. കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിവീലിംഗിൽ ലോകേഷ് നരേറ്റീവുകൾക്കുള്ള ഇമ്പാക്ട് വലുതാണ്. ദേവയുടെ കഥയ്ക്ക് ആവോളം സ്ട്രെങ്ത് ഉണ്ടായിരുന്നിട്ടും കഥ പറച്ചിലിൽ ദയനീയമായത് തകർന്നു വീണു. ട്വിസ്റ്റുകളുടെ നീണ്ട നിര തീർക്കാൻ നോക്കിയെങ്കിലും കഥയ്ക്ക് ദിശയില്ലാതാക്കിയതല്ലാതെ പലതും കാഴ്ചക്കാരുടെ വൈകാരികതയെ സ്പർശിക്കാൻ മാത്രം വന്നില്ല. കൂലിയിൽ എവിടെ പോയി ലോകേഷ് എന്ന ആരാധകർ ചോദിച്ചതും അതുകൊണ്ടാണ്. കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് പ്രത്യേക ഫോർമുലകൾ ഉണ്ടായിരുന്ന, പാട്ടും ഡാൻസും എണ്ണം പറഞ്ഞ അളവിൽ വേണമെന്ന അലിഖിത നിയമങ്ങൾ ഉണ്ടായിരുന്ന തമിഴ് ഇൻഡസ്ട്രിയിലേക്കാണ് ലോകേഷ് തന്റെ കൈതി ഇറക്കി വിട്ടത്. കിൽ ആൻഡ് ഡിസ്ട്രോയ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ട്രാക്കിൽ തന്നെ പ്രേക്ഷകർക്ക് ഒരു മാസ് പടത്തിന്റെ മുഴുവൻ അപ്പീലും സമ്മാനിക്കുക മാത്രമല്ല, ഒടുക്കം വരെയുള്ള 146 മിനിറ്റ് സമയവും അതേ കൗതുകത്തോടെ ആ മനുഷ്യൻ തന്റെ കാഴ്ചക്കാരെ കൊണ്ടുപോയി. ഒരൊറ്റ രാത്രി മാത്രം വന്നുപോയ ചിത്രം ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി ഇവന്റുകൾ കൂടെ പ്ലേസ് ചെയ്ത് ത്രില്ലടിപ്പിച്ചു. 80 കിലോമീറ്റർ ദൂരയാത്രയുടെ സ്റ്റിയറിംഗ് ദില്ലി എന്ന കൈദിയുടെ കയ്യിലേൽപ്പിച്ച് ബിജോയ് എന്ന പോലീസുകാരന്റെ കാവലിൽ ശുഭം പ്രതീക്ഷിച്ച് ലോകി കഥ പറഞ്ഞു. ആ സിഗ്നേച്ചർ മാത്രം മതിയായിരുന്നു രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള താരത്തെ നായക വേഷത്തിൽ നിർത്തി മാസ്റ്ററുടെ ആട്ടമൊരുക്കാനുള്ള അയാളുടെ കേപ്പബിലിറ്റി തെളിയിക്കാൻ. മാസ്റ്ററിന് പലവിധ അഭിപ്രായങ്ങൾ വന്നെങ്കിലും ലോക്കി മേക്കിംഗ് കൂടുതൽ പ്രോമിസിംഗ് ആയി. സംഭവം ഇറുക്കെന്ന് ഊട്ടിയുറപ്പിച്ചതിനു പുറകെ ഉലക നായകന്റെ ഏറ്റവും കനമേറിയ വേഷവുമായി വിക്രം എത്തി. ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് അതിലെ രണ്ടാം ഇൻസ്റ്റലേഷനായി വിക്രത്തെ കുടിയിരുത്തി. ആരംഭിക്കലാമ എന്ന ആക്രോശത്തിൽ 8 ദിക്കിലും മുഴക്കത്തിൽ അയാൾ തന്റെ പ്രിയതാരത്തെ സ്റ്റൈൽ അകത്ത ഒരുക്കി വെച്ചു. ലോകേഷ് മേക്കിങ്ങിന്റെ ആത്മാവ് ആ സ്റ്റൈലൻ കാഴ്ചകളിൽ തന്നെയാണ്. ഓരോ സീനിനെയും വേണ്ട വിധം എലവേറ്റ് ചെയ്തെടുക്കാൻ ലോക്കിക്ക് പ്രത്യേക കഴിവുണ്ട്. ലിയോയിലെ കോഫി ഷോപ്പിൽ നടക്കുന്ന ഐക്കോണിക് ഫൈറ്റ് പ്രസന്റ് ചെയ്തത് ഓർമ്മയില്ലേ? കണ്ടിരിക്കുന്നവർക്ക് ആദ്യമേ അറിയാം പാർത്ഥിപൻ അവിടെ വെറുതെ ഇരിക്കില്ലെന്നും അടിപൊട്ടുമെന്നും. എപ്പോൾ എങ്ങനെ എന്നതിന്റെ കാത്തിരിപ്പ് അയാൾ ബ്രില്യന്റ് ആയി പൊളിച്ചു. സ്ക്രീനിൽ അടിപൊട്ടിയപ്പോൾ കാഴ്ചക്കാരന്റെ നെഞ്ചിലൊരു ഭാരക്കുറവ് തോന്നിക്കാണും. സമാനമാണ് വിക്രത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക്. ആ മാസ്കിനകത്തുള്ളത് മറ്റാരുമല്ല കമൽഹാസൻ ആണെന്ന് കാണുന്ന ഓരോരുത്തർക്കും നേരത്തെ അറിയാമെങ്കിലും നായകൻ വീണ്ടും വരാറുന്ന പാട്ടിനൊപ്പം അയാൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നെന്ന് കിട്ടുന്ന വല്ലാത്തൊരു രോമാഞ്ചമുണ്ട്. സിനിമയുടെ മുഴുവൻ പേസും ഇച്ഛയ്ക്കൊത്ത് മാറ്റിയെടുക്കാൻ പല മായാജാലങ്ങളാണ് ആ മേക്കപ്പ് പ്രയോഗിക്കുക. ലൈറ്റിംഗ് കൊണ്ടും ഡീറ്റെയിലിംഗ് കൊണ്ടും ഷാർപ്പായ ദൃശ്യം, ചെറുതായൊന്ന് ഡൗൺ ആയാൽ തന്നെ കൂട്ടിനെത്തുന്ന അഡ്രിനാലിൻ പമ്പിംഗ് മ്യൂസിക്, എഡിറ്റിംഗിൽ പയറ്റുന്ന വിക്രസുകൾ. വിക്രമിന്റെ ക്ലൈമാക്സിൽ വൺസ് അപ്പോൺ എ ടൈം ഒരുക്കിയത് ഓർമ്മയില്ലേ? അയാൾക്കറിയാം കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അവിടെ അടങ്ങിയിരിക്കാനാവില്ലെന്ന്. കാഴ്ചക്കാർ എവിടെ സീറ്റ് ഉപേക്ഷിക്കുമെന്ന കണക്കോടെയാണ് സീനൊരുക്കം. ഓരോ ഉയർച്ചയ്ക്കും ഓരോ താഴ്ച എന്ന കണക്ക്. 7 വർഷം കൊണ്ട് ലോക്കി ഒരുക്കിയ 6 ചിത്രങ്ങളാണ് കൂലിക്ക് പർവ്വത വലിപ്പത്തിൽ ഹൈപ്പ് ഒരുക്കിയത്. ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികളിലെ ദ ബെസ്റ്റ് കൂട്ടിവെച്ച് നെയ്തെടുത്ത കൂലി തലൈവരുടെ ഏറ്റവും സ്റ്റൈലിഷ് പടമായിരിക്കുമെന്ന് ലോകമെങ്ങുമുള്ള ആരാധകർ സ്വപ്നം കണ്ടു. അഭിനയ ജീവിതത്തിന്റെ അർദ്ധശതകത്തിൽ ഏറ്റവും ശോഭയുള്ള ദേവയെ തന്നെ ലോക്കി നൽകുമെന്ന് കണക്കുകൂട്ടി. ഒരു ബെൻസുകാരന്റെ ഡിക്കി തുറന്നു തുപ്പാക്കി പുറത്തെടുത്ത് ചുമ്മാ പേസിട്ട് ഇറുക്കൂടാതെന്ന് പറഞ്ഞ് മുഴുവിപ്പിച്ചതിന് പുറകെ ക്യാമറ ജസ്റ്റ് ഒന്ന് പാനായി വരുന്ന സമയം കൊണ്ട് വില്ലനെ തീർക്കുന്ന കാർത്തിക് സുബരാജിന്റെ കാളിയും, ഒരു ബോൾ പറന്നെടുക്കുന്നതിന്റെ പാതി സമയത്തിനുള്ളിൽ കോർട്ടിൽ നിന്നും സ്റ്റൈലിഷായി ഗൺ പുറത്തെടുത്ത് നേർക്ക് നേർ നിൽക്കുന്നയാളെ തീർക്കുന്ന പാരഞ്ജിത്തിന്റെ കബാലിയും സമ്മാനിച്ച രോമാഞ്ചത്തിന് മുകളിൽ വെക്കാൻ തക്കതൊന്നാണ് ലോകേഷ് കനകരാജിനൊപ്പം തലൈവർ കൈകോർത്തപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുക. രജനീകാന്ത് എന്ന പവർ ഹൗസ് പെർഫോമറിൽ നിന്നും ലോകേഷ് എന്ന മാസ് മേക്കറിൽ നിന്നും ആ പ്രതീക്ഷ ഉയരുന്നതിൽ അത്ഭുതമേതുമില്ല. കൈതയും വിക്രമും പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തിയ കാഴ്ചക്കാരെയാണ് കൂലി നൽകി ലോകേഷ് നിരാശരാക്കിയത്. അപ്പോഴും സൗബിന്റെയും ഉപേന്ദ്രയുടെയും ഓറ കൂലിയിൽ വേറിട്ട് നിന്നു. ആമിർ ഖാന്റെ കഥാപാത്രത്തിന് നൽകിയ ആഴം
ചോദ്യചിഹ്നത്തിൽ മുട്ടി നിന്നെങ്കിലും താരത്തിന് തമിഴ് സിനിമയിലേക്ക് ലോകേഷ് നൽകിയ ഇൻട്രോ അതിഗംഭീരം എന്ന് പറയാം. ലോകേഷ് മുദ്ര പതിഞ്ഞ എൻട്രി സീൻ, അനിയുടെ പാട്ടിനൊപ്പം ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ നായകന്മാരെ അലങ്കരിക്കുന്നത് അതിരറ്റ സൗന്ദര്യത്തോടെയാണ്. അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല, തിയേറ്ററുകളിൽ ആളിപ്പടരുന്ന ആവേശം ഉണർത്തുക, സിനിമയുടെ മാജിക്കിൽ പുതിയൊരു ലോകത്തേക്ക് അവരെ അതിഥിയായി ക്ഷണിച്ചിരുത്തുക. അവിടെയാണ് കൂലി ലോക്കി ഫാക്ടർ നഷ്ടമായത്. അയാളുടെ തന്നെ യൂണിവേഴ്സിലേക്ക് വീണ്ടും കടന്നു ചെല്ലുമ്പോൾ കൈദിയുടെ മടക്കത്തിൽ അതിനൊരു തുടർച്ച കാണുമെന്ന് കരുതാം.